എനിക്ക് പെണ്ണ് കാണാൻ വേണ്ടി ലേഡീസ് ഹോസ്റ്റലിലാണ് വന്നിരിക്കുന്നത്. ലേഡീസ് ഹോസ്റ്റലിലെ വെക്കേഷൻ ആയിട്ട് പെമ്പിള്ളേരൊക്കെ നാട്ടിപ്പോയി. ഇപ്പൊ സമാധാനമായിട്ട് ഇരുന്ന് പെണ്ണ് കാണാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഇവിടെയാണ്. മനസ്സിലായോ? പെമ്പിള്ളേർ വീട്ടിൽ പോയില്ലേ, അപ്പൊ പിന്നെ എങ്ങനെ കാണും? എടാ നിന്നെ കല്യാണം കഴിപ്പിച്ചേക്കണത് ഷജീറിനെയാണോ? അതെ. കിടിലം പെണ്ണിലാണോ മുട്ടായി കണക്കുള്ള പെമ്പിള്ളേരെ കൊണ്ടുവരാൻ. അണ്ണൻ കല്യാണം കഴിച്ചാ? ഞാൻ ഓർഡർ ചെയ്തേക്കാണല്ലോ, ഇങ്ങ് എത്തിയില്ല. ഓർഡർ ചെയ്യാൻ പെണ്ണിന്റെ കാര്യമല്ല, പെണ്ണിന്റെ കാര്യം ചോദിച്ചേ. നിനക്ക് കല്യാണം കഴിക്കണോ? എനിക്ക് കല്യാണം കഴിഞ്ഞു. എങ്കിൽ ഷജീർ വരുന്നവരെ വായും വെച്ചോണ്ട് മിണ്ടായിരുന്നോളാം. മനസ്സിലായോ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ വരുമോ? ഹലോ, അതെ അതെ, ഞാൻ ആലിൻചൂട്ടിലെത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഡീസന്റ് മുക്ക. ഈ ഡീസന്റ് മുക്ക് എനിക്ക് എങ്ങനെ മനസ്സിലാവും? 3 പേര് അടി കൂടണം, അതാണ് ഡീസന്റ് മുക്ക്. ഓക്കെ വെച്ചോ. ഷജീറേ, സെറ്റായാ? സെറ്റ്, എല്ലാം സെറ്റ്. പെണ്ണോക്കേടാ? പെണ്ണോക്കെ. ഇവനല്ല, എനിക്കാ മാറ. നിനക്കുമല്ല, എനിക്കാണ് പെണ്ണോക്കിയത്. നിനക്കാ? പെണ്ണിനെ വരുന്നു വിഷ്ണു. ആണിനെ കിട്ടണം. വിഷ്ണുപ്രിയ. അപ്പൊ നിങ്ങൾ ഇവരുന്ന് കല്യാണ സ്കിറ്റാണ് വിഷ്ണുപ്രിയ വിളി. വിഷ്ണുപ്രിയ. ആ ചനനം തനനം. അടിപൊളി കോച്ചു. അപ്പൊ നിങ്ങളെ കല്യാണ സ്കിറ്റാ? നീ ഇവരെ സ്കിറ്റ് ഇട്ടിട്ടുണ്ടാ? ഇവിടുത്തെ കിടലൻ ടീമാണ്. പരിപാടി അറിയാമോ? ഇവരിവിടെ ഇരുന്ന് കോമഡി പറയും. അപ്പൊ ഈ ഫ്രണ്ടിൽ 2 ബാറ്ററി ഉണ്ട്. അത് ചാർജ് ആവും. എങ്ങനെ ചാർജ് ആവും? നമ്മൾ ചിരിക്കണം. ഇന്നലെ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ 2 ബാറ്ററി ഉണ്ട്. അത് ഓൺ ആയി നോക്കിയേ. ബാറ്ററി ഓൺ ആക്കിക്കോ. ബാറ്ററി ഓണായി, ടീം ഓണായി, ചിരിക്കാൻ നമ്മൾ ഓണായി, പ്രേക്ഷകർ ഓണായിക്കോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഒരു കല്യാണ സ്കിറ്റ്. ബാബാ ചിരിക്കാം. അവിടെ കൂട്ടിക്കോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. കോമൽ ചിരിയോ ചമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൊൻ കതിരല്ല. ഹലോ, ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി വന്ന്. ആ ലേഡീസ് ഹോസ്റ്റലില്. അല്ല, വീട്ടുകാര് പറഞ്ഞ് പെണ്ണിന്റെ വീട്ടിൽ വെച്ച് കാണാന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേണ്ട, ലേഡീസ് ഹോസ്റ്റലിൽ വെച്ച് കാണാന്ന് പറഞ്ഞു. ആ എക്സാം ഒക്കെ അല്ലേ, കൊച്ചോടന്ന് പഠിച്ചോട്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞതല്ല സംഭവം. ലേഡീസ് ഹോസ്റ്റലല്ലേ, പെണ്ണിന് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്ടം പോലെ പെമ്പിളേരുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ 2 കണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഒത്തില്ലെങ്കിൽ അതിനെ ഞാൻ ഒപ്പിക്കും. ഞാൻ വിളിക്കാം. ഓക്കെടാ. ഇനിയിപ്പോ പെണ്ണ് വരുന്നു, കാണുന്നു, സംസാരിക്കുന്നു. ഈ പെണ്ണ് നാടനാണോ സംസാരിക്കുന്നത്, മോഡേൺ ആയിരിക്കും സംസാരിക്കുന്നത്? നാടനാണെങ്കിൽ ഇഷ്ടമായ ചേട്ട, മോഡേൺ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ചേട്ട. എന്തായാലും കുഴപ്പമില്ല, പെണ്ണിന്റെ പേര് കൊള്ളാം, പ്രിയ. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയേ. മനസ്സിലായോ? ചുമയല്ലേ? അല്ല, പ്രിയ. പ്രിയ, ഞാൻ പൃഥ്വിരാജ്. നമ്മുടെ 2 പേര് പ്രിയിലാണല്ലോ തുടങ്ങണത്. പ്രിയിലാണ് തുടങ്ങുന്നത്. അവസാനം പൂവിൽ അവസാനിക്കാണ്ടിരുന്നാ മതി. മിക്കവാറും അല്ല, മിക്കവാറും കാണാൻ വരുമെന്ന് പറഞ്ഞായിരുന്നേ. മിക്കവാറും കാണാൻ വരുന്നല്ല പറഞ്ഞത്, പൃഥ്വിരാജ് കാണാൻ വരുന്നാണ് പറഞ്ഞത്. എനിക്ക് ഏറ്റി വെക്കണല്ലോ. എന്താണെന്നറിയാമോ, ഞാൻ ഈ തമാശയിൽ ഇങ്ങനെ കലിഞ്ഞു പോയിരിക്കാണ്. ഇവിടെ കിടന്ന് വലിഞ്ഞു പോരുതട്ടാ തമാശ. ആകെ 6 മിനിറ്റ് സമയം നമുക്ക് ഹോസ്റ്റൽ വാർഡൻ തന്നിട്ടുള്ളൂ. 6 മിനിറ്റിന് കൂടുതൽ ഞാൻ ഒന്നും പറയാല. കൊച്ചിനൊരു കാര്യം അറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ വേണ്ടി പോയി. എന്നിട്ട് 11.5 മിനിറ്റ് പെണ്ണിനോട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ആ പെണ്ണാണ്ട് വരെ ക്യാൻസൽ ആയി പോയതാണ്. ഇരുന്ന് മടുത്താ. ഞാനിപ്പോ ഇരിക്കണേണാ, നിക്കണേണാ, നടക്കണേണാ, എന്താ അവസ്ഥയിലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതെന്താ? ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന്റെ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ് ഞാൻ. ആകാംക്ഷ എന്ന് പറയൂലേ, അത് തന്നെ. എനിക്കിഷ്ടായി. തനിക്ക് എന്നെ ഇഷ്ടായോ? ഇനിഷ്ടാണോ? അല്ല, കെട്ടാമുട്ടിരിക്കണ. അപ്പൊ ഓക്കെ, പെണ്ണ് തന്നെ ഇഷ്ടായി. അപ്പൊ സംഭവം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കല്യാണം കഴിഞ്ഞാലേ ഞാൻ തന്നെ എന്താ വിളിക്കാൻ വേണ്ടി പോണെന്ന് അറിയുമോ? അടക്കാക്കിളി കുട്ടീന്ന്. എനിക്ക് കിളികളെ പോലെ കൂട്ടിലിട്ട് വളർത്താൻ ആഗ്രഹം. ഞാൻ ചേട്ടൻ വിളിക്കാൻ എന്താണെന്നറിയോ? എന്താണ്? കിടുക്കേട്ടായി. എന്തത്? ചേട്ടൻ നമ്മ കല്യാണം കഴിയുമ്പോ കിടുക്കുമല്ല, അതുകൊണ്ട് കിടുക്കേട്ടായി. അത് കൊള്ളട്ടാ. അടക്കാക്കിളി കുട്ടി, അടക്കാക്കിളി കുട്ടി, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഓക്കെ. അതെ, ഗ്രൗണ്ടില് പന്ത്, കാലില് മന്ത്, ഞാൻ നിനക്ക് എന്ത് എന്ത് ഈ സാധനം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഫേസ്ബുക്കിലാ പിക്കപ്പ് ലൈൻ അല്ലേ, നമ്മുടെ തക്കുടു കുക്കുടുന്റെ. ആ കുക്കുടുണ്ട് ഞാൻ. സത്യമായിട്ടും ഇതെന്തൊരു അത്ഭുതമാണ്. 5 കഴിഞ്ഞാൽ 6, ഉച്ചക്കുണ്ണൻ ചോറ്, നീയില്ലെങ്കിൽ പോറ്.
ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഈ ഫേസ്ബുക്കിൽ പിക്കപ്പ് ലൈനിട്ട് ഒരു പെണ്ണല്ലേ, എന്താണ് അവളുടെ പേര്? കണ്ടംപൂച്ചയുടെ മീൻകാരി. കണ്ടംപൂച്ചയുടെ മീൻകാരി. പ്ലസന്റ് സർപ്രൈസ്. ഞാനിടുന്ന പിക്കപ്പ് ലൈനൊക്കെ എപ്പോഴും ലൈക്ക് കമന്റ് തന്നിട്ടിരിക്കുന്ന പെണ്ണാണ്. ഞങ്ങൾ തമ്മിൽ ഷോ രോഗിച്ചതും പാല് വൈദ്യ കൽപ്പിച്ചതും പാല്. പിക്കപ്പ് ലൈൻ ഞാൻ കേട്ടില്ലല്ലോ. പിക്കപ്പ് ലൈനല്ല, ഞാൻ ഈ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞു. ഒരു കാര്യമോ തന്നെ കാണാൻ വേണ്ടിട്ടല്ല ഞാൻ ഗൂഗിൾ മുഴുവൻ സെർച്ച് ചെയ്തു. തന്റെ ഫോട്ടോ അല്ല, വേറെ ഏതോ പെൺപിള്ളേരെ ഫോട്ടോ എനിക്ക് സൈറ്റ് മാറിപ്പോയിട്ടുണ്ടാവും ചിലപ്പോ. സൈറ്റ് മാറിയ എന്താ, ഞാനിപ്പോ വന്ന് റൂട്ട് കറക്റ്റ് ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. പിന്നെണ്ടല്ല, ഞാനൊരു കാര്യം പറഞ്ഞ ഒന്നും ധരിക്കരുത്. കല്യാണം ഒന്നും ധരിക്കരുത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ രാത്രി ആവുമ്പോ പെമ്പിള്ളേറെ പരിപാടി എന്താണെന്നറിയാവോ? മൗത്തോടക്കം വയ്ക്കൂ. കഞ്ചാവാ? നീ കഞ്ചാവ് ഇരിക്കോ? ഞാൻ കൃഷിയുടെ ആളല്ലേ. ടെറസില് പച്ചക്കറി കൃഷിയില്ലേ, അതിന്റെ ആളാണ്. ചേട്ടൻ ടെറസിൽ എന്താ ചെയ്യാ? ഷഡ്ഡി ഉണക്കാനിടും. ഞാനെന്ത് കാണിക്കാനായിട്ടാണ്? പിന്നില്ല ചേട്ടാ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? എന്താണ്? ബാക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കണ ബൈക്കില്ലേ, അതില് കേറി കറങ്ങണം. കൊച്ചിന് എന്ത് ആഗ്രഹം വേണേലും ഞാൻ സാധിപ്പിച്ചു തരാം മോളെ. എന്നാ ഞാൻ ചേട്ടന് ഒരു സമ്മാനം തരട്ടെ. എന്താണ് സമ്മാനം? പിച്ച അല്ല, ദിസ് ഈസ് ഫോർ യു മൈ ലിറ്റിൽ ഹാർട്ട്. ഇതാണ് നിന്റെ ഹാർട്ട്. കാലിലിടാൻ ചെരുപ്പ്, ചോറിലൊഴിക്കാൻ പരിപ്പ്, നീയാണ് എന്റെ കുരുപ്പ്. പൂവിലുണ്ട് വിത്ത്, മൂക്കിലുണ്ട് കുത്ത്, നീയാണ് എന്റെ മുത്ത്. മുറ്റത്തുണ്ട് പൂക്കൾ, നിന്നെ കാണുമ്പോൾ വിക്കൽ, നമുക്കും വേണ്ടി മക്കൾ. നീ ഇത് വെക്കി ചുമ്മാ, ഞാൻ നിനക്ക് തരാം ഒരു ഉമ്മ, ശേഷം നീ ഒരു അമ്മ. ചേട്ടനിപ്പോ ഫിറ്റ്, ഞാനിപ്പോ ഹിറ്റ്, നമ്മളിപ്പോ സെറ്റ്. അയ്യോ, ഇത് സെറ്റപ്പാണേ, ഇത് സെറ്റപ്പാണേ. ഞാൻ ഓക്കെ. സംഭവങ്ങളൊക്കെ ഇത്ര സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേട്ടാ ഉമ്മയാണെങ്കി ഇപ്പൊ ചോദിക്കട്ടെ. അയ്യോ, അതല്ല. നമുക്ക് കല്യാണം കഴിഞ്ഞാലേ എത്ര കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം? ചേട്ടൻ എന്താ ജോലി? ഇപ്പൊ ജോലിയൊന്നുമില്ല. അന്ന് ഇപ്പൊ കുട്ടികളില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചേട്ടൻ ഇപ്പൊ ഒരു 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടി. അപ്പൊ 20,000 ആണെങ്കിലോ? 2. 30,000 ആണെങ്കിലോ? 3. എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞത്? ചേട്ടന്റെ കയ്യിൽ പൈസ കൂടുന്നതനുസരിച്ച് നമുക്ക് കുട്ടികൾ കൂടും. ആണോ? എന്തായിട്ടാ കീറിക്കളഞ്ഞ? ഇന്നലെ അടുത്ത വിഷു ബമ്പറാണ്. അയ്യോ, അതെന്താ? 1ാം സമ്മാനം 1 കോടി രൂപയാണ്. അതങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അറിയാമോ? പിന്നെ എന്തുമാത്രം കാണും. എന്താമേ ഇത് എന്താണ് ഇങ്ങനത്തെ ഒരു സൗണ്ട്? ആരാണത്? എന്റെ പൊന്നമ്മിച്ച, ചേട്ടനൊന്നും ഇങ്ങോട്ട് വന്നേളൂ, ഞാനൊന്ന് സംസാരിച്ച് ടാക്കിലാക്കട്ടെ. അമ്മ ഇങ്ങനെ കുണുകുണെന്ന് വിളിച്ചോണ്ടിരിക്കല്ലേട്ടാ. എന്ത് ചെമ്മിനെടുത്ത അമ്മ ചട്ടി എനിക്ക് വേണോട്ടോ, ഞാൻ ചട്ടിയിൽ പോയിട്ട് ചോറ് മാക്കുന്നു തിന്നോളാം. ശരി അമ്മച്ചി, ശരിട്ടാ. ദൈവമേ, ഞാൻ ഇത്രയും നേരം മണ്ണെണ്ണ വിളക്കിലാണ് HD ദൃശ്യവിസ്മയം കണ്ടത്. അത് ചേട്ടാ അതല്ല, ഞാൻ വന്നപ്പോ സംസാരിച്ച ടോണ് വേറെയും ഇപ്പൊ ഫോണിൽ സംസാരിച്ച ടോണും വേറെയാണല്ലോ. അതെന്താന്നറിയോ, എന്നെ കാണാൻ ഇതിനു മുമ്പ് 2 ചേട്ടന്മാര് വന്നായിരുന്നേ. അപ്പൊ എന്റെ സംസാരം ശരിയല്ലെന്നും പറഞ്ഞ കല്യാണം ഒഴിഞ്ഞുപോയി. അപ്പൊ എന്റെ അമ്മച്ചി പറഞ്ഞേ നിന്റെ ഈ സംസാര ടോൺ മാറ്റണോന്ന്. അതുകൊണ്ട് ഞാൻ ഇത്ര ക്യൂട്ട്നെസ് ഇട്ടതാ. അയ്യോ, എനിക്ക് വേണ്ട. എന്നെ അതല്ല, നീ പറഞ്ഞ ക്യൂട്ട്നെസ് വേണ്ട. ഇപ്പൊ ഈ ഫോണിൽ സംസാരിച്ചില്ലേ, ആ ടോണെ നമ്മൾ തമ്മിൽ ചേർന്ന് പോകും. ഫോണിൽ സംസാരിച്ച ടോൺ അതന്നെ മാക്ക്. അതെ, നീ എന്റെ മാക്ക്, നിനക്കുണ്ട് നാക്ക്, അതുകൊണ്ടൊരു വാക്ക്. അയ്യേ. ലേഡീസ് ഹോസ്റ്റലിലെ പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇങ്ങനത്തെ ഒരു പെണ്ണ് കാണൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഇല്ല. എല്ലാവരും ലൈനടിച്ച് കല്യാണം കഴിച്ച ടീമുകളാണോ? അതെ, ഭൂരിഭാഗം പേര് കല്യാണം കഴിച്ചു. കഥയിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും പിന്നീട് ഒരു ദിവസം. ശ്വേത ചേച്ചി, ജസ്റ്റ് മിസ്. കഥ കേൾക്കാം. സൂപ്പർ അടിപൊളി. അല്ല, ഫുൾ സ്കിറ്റ്, വൺ ലൈനേഴ്സ് അല്ല പിക്കപ്പ് ലൈൻസ് അല്ലാതെ ഏത് രീതിയിലും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്കിറ്റ് ഞാൻ കണ്ടിട്ടില്ല. യൂഷ്വലി ഒരു ഫുൾ ഡയലോഗ്സ് എല്ലാം കഴിഞ്ഞ് അതിന്റെ ഇടയിൽ 1-2 അങ്ങനെ എന്താ പറയാ പിക്കപ്പ് ലൈൻസ് അങ്ങനെ വരുള്ളൂ. പക്ഷെ ഇത് ഫുൾ വൺ ആഫ്റ്റർ ദി വമ്പൻ. എന്തൊരു മത്സരിച്ച് നിങ്ങൾ പെർഫോം ചെയ്തു രണ്ടുപേരും. സൂപ്പർ. ഷജീറാണെങ്കിലും വിഷ്ണു പ്രിയ ആണെങ്കിലും സൂപ്പർ. പിക്കപ്പ് ലൈൻസ് ആയിരിക്കും എനിക്കൊന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ അവിടെ വന്നിട്ട് കണക്ട് ചെയ്ത് ഞാൻ എനിക്കൊരു പിക്കപ്പ് ലൈൻ കിട്ടി. നിങ്ങൾക്കുണ്ട് സ്കിറ്റ്, കണ്ടപ്പോ സെറ്റ്, കണ്ടു കഴിഞ്ഞപ്പോൾ ഹിറ്റ്. ഇത് അഖിൽ ഇങ്ങനെങ്കിലും സംസാരിച്ചെങ്കിൽ ചിലപ്പോ എന്റെ ആ ലേഡീസ് ഹോസ്റ്റൽ വരെ ഒന്നും പോണ്ട, കല്യാണം കഴിഞ്ഞ. ചേച്ചി എന്നെ ഇത് ബാലസീമ തടത്തല്ലേ, പിക്കപ്പ് ഇല്ലെങ്കിൽ പിടിച്ചൊന്ന് കേറട്ടെ ഞാൻ. അല്ലെ, ഷജീറിന്റെ അടുത്ത് നമ്മളിപ്പോ സ്കിറ്റിന്റെ കാര്യം പറഞ്ഞപ്പം ഷജീറിന് നന്നായിട്ട് മിമിക്രി ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു മിമിക്രി പെർഫോമൻസ് കണ്ടാലോ? എന്താ പെർഫോം ചെയ്യാൻ പോകുന്നേ? സിദ്ദിഖ് ലാലിലെ ലാൽ സാറിനെ അനുകരിക്കാം. പെർഫെക്റ്റ്.
നിനക്ക് കൊടുക്കുന്ന ക്ലാബറണ പന്തി ഞാൻ എന്തേ പറഞ്ഞത് ഈ കോപ്പിലെ പരിപാടിയൊന്നും വേണ്ട, ഇതൊന്നും ശരിയാവില്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത് ഇതൊക്കെ ചെയ്യാം, ഇതൊന്നും ചെയ്ത യാതൊരു കുഴപ്പമില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ എന്താണ് കോപ്പ്? ഒരു പാട്ട് പാടാം. തനതിന്ത 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 തെന്തിന്നോ തനതിന്ത 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 തെന്തിന്നോ ചെമ്പാവിൻ പുന്നല്ലിൻ ചോറോ. കോപ്പിലെ പാട്ട് ഇതേ ആ ഒരു പവറിൽ അടുത്ത് നമുക്ക് ഒരു വോയിസും കൂടെ കേട്ടാലോ. ഇനി ബൈജു സന്തോഷ്. ഓക്കെ. സന്തോഷേട്ടൻ, മൈ ഗോഡ്. എന്റെ പേര് ഷാജി, നിങ്ങളുടെ പേരും ഷാജി എന്നാ? ഇവിടെ ചിലമാര് പേരിടും ബിജു, ആസിഫ്, ബൈജു എന്തൊഴിഞ്ഞ പേരുടെ. എന്റെ അഭിപ്രായത്തില് ഈ നാട്ടിലെല്ലാവർക്കും ഷാജി എന്ന് പേരിടണം. അതാകുമ്പോ ജാതിയില്ല, മതമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തൊരു എല്ലാം പറഞ്ഞ പോലെ. കൊള്ളാം. അങ്ങനെ നമ്മൾ സ്കിറ്റ് കണ്ടു കഴിഞ്ഞു, അതിനുശേഷം മിമിക്രിയും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ടെൻഷനേറിയ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ എനിക്ക് ഒരു സാധനം കാണണമെന്നുണ്ട്. എന്നാടാ? ഈ വിഷ്ണു സൈഡിൽ വന്നിട്ട് ഈ ഉമ്മ ചോദിച്ചപ്പോ അതൊന്നുകൂടെ റിപ്പീറ്റ്. അതെ, ഈ സമയത്ത് ചോദിക്കാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ല, എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഉമ്മയാണോ? ഇനി തന്നോ? ഈ എക്സ്പ്രഷൻ ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ബാറ്ററിയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ, നിങ്ങൾ ആ ടൈമിനുള്ളിലാണോ ഈ എക്സ്പ്രഷൻ ഒക്കെ തന്നെ, പിക്കപ്പ് ലൈൻ ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ശരി വാർഡൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ ഇവർ ഈ പെണ്ണ് കാണൽ 6 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? അത് ഞാൻ കണ്ടു, നിങ്ങൾ കാണൂ. ഓൾറൈറ്റ്, നമുക്കിനി നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ അടിപൊളി അടിപൊളി. എങ്കിൽ ട്രാൻസ്ഫർ ചെയ്തോളൂ ആ 40,000. നമുക്ക് വേഗം ഷെയർ ചെയ്യാനുള്ളതാണ്. അത് അവർക്ക് മാത്രമല്ല, നിന്റെ പേയ്മെന്റ് അങ്ങനെ. കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു സോ മച്ച്.